കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 17 വരെയുള്ള വചനങ്ങളാണ്. ഇന്ന് നമുക്ക് 18 മുതലുള്ള വചനങ്ങൾ പഠിക്കാം. എല്ലാവരും തയ്യാറല്ലേ? പിന്നെ മോശെ തൻ്റെ അമ്മായിയപ്പനായ യിത്രോവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രൈമിൽ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോടിരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. യിത്രോ മോശയോട്, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. സിപ്പോറയുടെയും അവളുടെ മക്കളുടെയും വിടവാങ്ങൽ അനുവദിക്കാൻ യിത്രോ ക്രിയാത്മകമായി വിസമ്മതിച്ചു. എന്നിരുന്നാലും അവൻ്റെ വാക്കുകൾ സമാധാനത്തോടെ പോവുക എന്ന് മാത്രമായിരുന്നു. വിമുഖതയോടെ ഭാര്യയെയും കുട്ടികളെയും കൊണ്ടുപോകാൻ യിത്രോ മോശയെ അനുവദിക്കുന്നു. 19 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. യഹോവ മിദ്യാനിൽ വെച്ച് മോശയോട്, മിസ്രൈമിലേക്ക് മടങ്ങിപ്പോക, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശ തൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രൈം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിൻ്റെ വടിയും മോശ കയ്യിലെടുത്തു. മിദ്യാനിൽ നിന്ന് പോകാൻ ജിത്രോയോട് അനുവാദം വാങ്ങിയ മോശയോട് ദൈവം പറഞ്ഞു, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അരുളി ചെയ്തു. കൊലപാതകം നടന്ന് 40 വർഷം പിന്നിട്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ, നന്മയായാലും തിന്മയായാലും ദൈവം എല്ലാത്തിനെയും ഒരുപോലെ വളരാൻ അനുവദിക്കുന്നു എന്ന് നമുക്ക് ഈ നീണ്ട കാലയളവ് കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. 21-ാമത്തെ വചനം. യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ മിസ്രൈമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുമ്പാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക. എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും. ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും എന്ന് ദൈവം പറഞ്ഞു. ഇത് ഏറെ വിവാദങ്ങൾക്ക് വിധേയമായിട്ടുള്ള കാര്യമാണ്. ദൈവം പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ ഹൃദയം കഠിനമായി അല്ലെങ്കിൽ കഠിനമാക്കപ്പെട്ടു എന്ന് കാണാവുന്നതാണ്. 22-ാമത്തെ വചനം. നീ ഫറവോനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. ഇസ്രായേൽ എൻ്റെ മകനാണ്. ഹോശിയ 11:1 അവിടെ പറയുന്നത്, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഇസ്രായേൽ കുട്ടിയായിരുന്നപ്പോൾ തന്നെ യഹോവ അവനെ സ്നേഹിച്ചിരുന്നു എന്ന് കാണാം. ആദ്യമായി വെളിപ്പെടുത്തിയ ഈ ആർദ്രമായ ബന്ധം കേവലം ഒരു രൂപകമല്ല. അതായത്, ഒരു മകനെപ്പോലെ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഇസ്രായേൽ എന്ന് ദൈവം പറയുന്നു. ദൈവത്തിൻ്റെ ഈ ദത്തെടുക്കൽ നമ്മെ കൊണ്ടെത്തിക്കുന്നത് കർത്താവാം യേശുക്രിസ്തുവിങ്കിലേക്കാണ്. യേശുക്രിസ്തുവിലൂടെ എല്ലാവർക്കും പുത്രത്വം ലഭിച്ചു എന്ന് നമുക്ക് കാണാവുന്നതാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. റോമർ 18:14 മുതൽ 16 വരെയാണ് ഞാൻ വായിച്ചത്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലിലെ മുഴുവൻ ജനത്തെയാണ്. എന്നാൽ പ്രവാചകനായ അഹിയ പ്രവചിച്ചതുപോലെ 1 രാജാക്കന്മാർ 11:29 മുതൽ 32 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഇസ്രായേൽ ഭവനം 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടുവെന്ന്. ഈ വിഭജനം സോളമൻ്റെ ഭരണകാലം തുടങ്ങി സോളമനും അനന്തരാവകാശിയായി അധികാരത്തിൽ വന്ന സോളമൻ്റെ മകൻ യൊരോബെയാമും ചുമത്തിയ കനത്ത നികുതികൾക്കെതിരെ ജനങ്ങൾ കലാപം നടത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമുണ്ടാകുന്നത്. അങ്ങനെ 10 ഗോത്രങ്ങൾ ഒരു ഭരണാധികാരിയുടെ കീഴിലും ബെഞ്ചമിൻ, യഹൂദ ഗോത്രങ്ങൾ മറ്റൊരു ഭരണത്തിന് കീഴിലുമായി തീർന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാവുന്നതാണ്. അതേസമയം കർത്താവാം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനവും ഇതിനോട് ചേർന്ന് നമ്മൾ കാണുന്നു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:15 കാണുന്നത്. 23 മുതൽ 24 വരെ വായിക്കുമ്പോൾ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ പുത്രനെ, നിൻ്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറക. എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. ഇവിടെ വഴിയിൽ സത്രത്തിൽ വെച്ച് എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ അവിടെ സത്രം എന്നുദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ അവർ ആ രാത്രി വിശ്രമിച്ച സ്ഥലം എന്നാണ്. അതൊരു പക്ഷേ ഏതെങ്കിലും ഗുഹയിലോ മരങ്ങളുടെ തണലിലോ ആയിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. കർത്താവ് അവനെ കണ്ടുമുട്ടി. കൽദയയും മറ്റ് പുരാതന പതിപ്പുകളും പറയുന്നത്
കർത്താവിൻ്റെ ദൂതൻ അവനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ്. തൻ്റെ മകനെ പരിച്ഛേദന ചെയ്യുന്നതിൽ മോശ അവഗണിച്ചതാണ് കാരണം. ഉൽപ്പത്തി പുസ്തകം 17 പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ഉൽപ്പത്തി 17:14 ഞാൻ വായിച്ചത്. മോശ തൻ്റെ പുത്രനെ പരിച്ഛേദന കഴിക്കാതിരുന്നതിനാൽ അവൻ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണമായിരുന്നു. ഇത് മറന്നുപോയ മോശയെ ദൈവം ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം അത് ദൈവീക കൽപ്പനയുടെ ലംഘനമായിരുന്നു അങ്ങനെ ചെയ്യാതിരുന്നത്. ഈ കർത്തവ്യ അവഗണനയിൽ ദൈവം അവനോട് ദേഷ്യപ്പെട്ടു. പരിച്ഛേദന കൂടാതെ ഒരു കുട്ടിയെയും ഇസ്രായേൽ സമൂഹത്തിൽ അംഗമായി പ്രവേശിപ്പിക്കില്ലെന്നും അബ്രഹാമിൻ്റെ സന്തതികളുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അനുഗ്രഹത്തിന് അർഹതയില്ലെന്നും മോശയ്ക്ക് അറിയാമായിരുന്നതിനാൽ മോശ തൻ്റെ പുത്രനെ പരിച്ഛേദന കഴിക്കേണ്ടി വന്നു. 25 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ്റെ കാൽക്കലിട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. ലോഹം കൊണ്ടുള്ള കത്തികളേക്കാൾ ശുദ്ധമായതാണ് കല്ലുകൾ കൊണ്ടുള്ള കത്തികളാണെന്ന് അവർ വിശ്വസിച്ചു വന്നു. യോശുവ 5:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അക്കാലത്ത് യഹോവ യോശുവയോട് തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു. രണ്ടാമതും ചെയ്യുക എന്നതിനർത്ഥം ഒരിക്കൽ പരിച്ഛേദന ഏറ്റവരെ വീണ്ടും പരിച്ഛേദന ചെയ്യുക എന്നല്ല, പിന്നെയോ എപ്പോഴോ നിന്നുപോയ പരിച്ഛേദന ആരംഭിക്കുക എന്നതാണ്. ആദ്യകാലങ്ങളിൽ ഇസ്രായേലിയർ പരിച്ഛേദനയ്ക്കായി ഉപയോഗിച്ചിരുന്നത് കല്ലുകൾ കൊണ്ടുള്ള കത്തികളാണെന്ന് മനസ്സിലാക്കാം. സിപ്പോറ ഒരു കല്ല് കൊണ്ടുള്ള കത്തിയെടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ചു മോശയുടെ കാൽക്കലിട്ടു. അങ്ങനെ ആ ദൂതൻ മോശയെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താണ് സിപ്പോറ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. 27 മുതൽ 31 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യഹോവ അഹരോനോട് നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു. അവൻ ചെന്നു ദൈവത്തിൻ്റെ പർവ്വതത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു. യഹോവ തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശ അഹരോനെ അറിയിച്ചു. തുടർന്ന് മോശയും അഹരോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെ ഒക്കെയും കൂട്ടിവരുത്തുന്നതും യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹരോൻ അവരോട് പറഞ്ഞു കേൾപ്പിക്കുന്നതും ഇസ്രായേൽ ജനം കാണെ ആ അടയാളങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുന്നതും, അങ്ങനെ ജനം മോശയെയും അഹരോനെയും വിശ്വസിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടതയിൽ കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിക്കുന്നതുമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.